പ്രിയമുള്ളവരെ, വിശുദ്ധ ബൈബിളിനെ ആസ്പദമാക്കിക്കൊണ്ട് ഞങ്ങൾ സംപ്രേഷണം ചെയ്യുന്ന ഒരു ചാനലാണ് ബൈബിൾ വചനങ്ങൾ എന്ന ഈ ചാനൽ കൂടി വിശുദ്ധ ബൈബിളിലെ പഴയ നിയമത്തിലെ ഉൽപ്പത്തി പുസ്തകം മുതൽ പുതിയ നിയമത്തിലെ വെളിപ്പാടിന്റെ പുസ്തകം വരെയുള്ള എല്ലാ അധ്യായങ്ങളും ഉൾക്കൊള്ളിക്കാൻ ഞങ്ങൾ ശ്രമിക്കുകയാണ്. ഈ ദൈവ വചന ഭാഗങ്ങൾ കേൾക്കുന്ന എല്ലാവരും ലോകത്തിന് ശാന്തിയും സമാധാനവും സന്തോഷവും ഉണ്ടാകാൻ വേണ്ടി എന്നോടൊപ്പം സർവശക്തനായ ദൈവത്തോട് പ്രാർത്ഥിക്കുക. അതോടൊപ്പം തന്നെ എനിക്ക് വേണ്ടി കൂടി സർവശക്തനായ ദൈവത്തോട് പ്രാർത്ഥിക്കുക. നിങ്ങളെവിടെയും പുതിയതായി കാണുന്നവർ ഉൽപ്പത്തി പുസ്തകം 1 മുതലുള്ള എല്ലാ അധ്യായങ്ങളും കണ്ട് വായിച്ച് കേട്ട് ദൈവാനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുക. പുതിയതായി കാണുന്നവർ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. സബ്സ്ക്രൈബ് ചെയ്ത് താഴെ കാണുന്ന ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് ഞങ്ങളുടെ എല്ലാ അധ്യായങ്ങളും നോട്ടിഫിക്കേഷനായി നിങ്ങൾക്ക് ലഭിക്കുന്നത് പോലെ ഞങ്ങളോട് സഹകരിക്കും. നിങ്ങളെവിടെയും പ്രാർത്ഥന നിർഭരമായ സഹകരണം തുടർന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് സംഖ്യാപുസ്തകം 34-ാം അധ്യായത്തിലേക്ക്. കാനാൻ ദേശം അതിരുകൾ. കർത്താവ് മോശയോട് അരുളി ചെയ്തു, ഇസ്രായേൽ ജനത്തോട് പറയുക, നിങ്ങൾ എത്തിച്ചേരാൻ പോകുന്നതും ഞാൻ നിങ്ങൾക്ക് അവകാശമായി തരുന്നതുമായ കാനാൻ ദേശത്തിന്റെ അതിരുകൾ ഇവയാണ്. തെക്കേ അതിർ ഏദോമിന്റെ അതിർത്തിയിലുള്ള സിൻ മരുഭൂമി ആയിരിക്കും. കിഴക്ക് ഉപ്പുകടലിന്റെ അറ്റത്തായിരിക്കും അതാരംഭിക്കുക. അവിടെ നിന്ന് തെക്കോട്ട് അക്രാബിം പരുവിലേക്ക് തിരിഞ്ഞ് സീൻ മരുഭൂമി കടന്ന് തെക്കുള്ള കാദശ് ബർണയായാലും അവിടെ നിന്ന് തിരിഞ്ഞ് അസാർ, അഥാർ, ഹസ്മോൻ ഇവ കടന്ന് ഈജിപ്തിലെ അരുവിക്ക് നേരെ തിരിഞ്ഞ് കടലിൽ ചെന്ന് അവസാനിക്കും. പടിഞ്ഞാറേ അതിർത്തി മഹാസമുദ്രവും അതിന്റെ തീരവും ആയിരിക്കും. നിങ്ങളുടെ വടക്കേ അതിർ മഹാസമുദ്രം മുതൽ ഫോർമുല വരെയും അവിടെ നിന്ന് ഹമാത്തിന്റെ കവാടത്തിലൂടെ സെദ്ദാദ് വരെയും അവിടെ നിന്ന് സിഫ്രോൻ കടന്ന് ഹസാൻ ഏനാൻ വരെയും ആണ്. കിഴക്കേ അതിർ ഹസാർ ഏനാനിൽ ആരംഭിച്ച് ഷെഫാമിലൂടെ താഴോട്ട് ആയിന്റെ കിഴക്ക് റിബ്ല വരെ എത്തി വീണ്ടും താഴോട്ടിറങ്ങി കിഴക്ക് കിന്നേരത്ത് കടലിന്റെ കിഴക്കേ തീരത്തെത്തി ജോർദാൻ വഴി ഉപ്പുകടലിൽ അവസാനിക്കും. ഇവയായിരിക്കും അതിരുകൾ. മോശ ഇസ്രായേൽ ജനത്തോട് പറഞ്ഞു, നിങ്ങളുടെ 9 ഗോത്രങ്ങൾക്കും കൊടുക്കാൻ കർത്താവ് കൽപ്പിച്ചിട്ടുള്ളതും നിങ്ങൾ കുറിയിട്ട് അവകാശപ്പെടുത്തേണ്ടതുമായ ദേശം ഇതാണ്. റൂബൻ, ഗാദ് ഗോത്രങ്ങളും മനാസയുടെ അർദ്ധഗോത്രങ്ങളും ജോർദാനിക്കരെ ജെറീക്കോയുടെ കിഴക്ക് ദേശത്ത് അവകാശം സ്വീകരിച്ചു കഴിഞ്ഞല്ലോ. കർത്താവ് മോശയോട് അരുളി ചെയ്തു, പുരോഹിതൻ എലയാസറും നൂറിന്റെ മകൻ ജോഷുവയുമാണ് നിങ്ങൾക്ക് ദേശം അവകാശമായി വിഭജിച്ചു തരേണ്ടത്. അവരോടൊപ്പം ഓരോ ഗോത്രത്തിലും നിന്ന് ഓരോ നേതാവിനെ തിരഞ്ഞെടുക്കണം. താഴെ പറയുന്നവരാണ് അവർ. യൂദാ ഗോത്രത്തിൽ നിന്ന് യെഫുന്നയുടെ മകൻ കാലേബ്. ശിമെയോൻ ഗോത്രത്തിൽ നിന്ന് അമ്മിഹൂദിന്റെ മകൻ ശെമൂവേൽ. ബെഞ്ചമിൻ ഗോത്രത്തിൽ നിന്ന് ക്രിസ്ലോന്റെ മകൻ എലിയാദ്. ദാൻ ഗോത്രത്തിൽ നിന്ന് യൊഗ്ലിയുടെ മകൻ ബുക്കി. ജോസഫിന്റെ പുത്രന്മാരിൽ
നൊസയുടെ ഗോത്രത്തിൽ നിന്ന് എഫേദിന്റെ മകൻ ഫന്നിയേൽ. എഫ്രായിം ഗോത്രത്തിൽ നിന്ന് കിഫ്താന്റെ മകൻ കെമുവേൽ. സെബലൂൺ ഗോത്രത്തിൽ നിന്ന് പർനാക്കിന്റെ മകൻ എലിസാഫാർ. ഇസാക്കർ ഗോത്രത്തിൽ നിന്ന് അസാന്റെ മകൻ പൽത്തിയേൽ. ആഷോർ ഗോത്രത്തിൽ നിന്ന് ഷെലോമിയുടെ മകൻ അഹിഹൂദ്. നഫ്താലി ഗോത്രത്തിൽ നിന്ന് അദ്ഹൂദിന്റെ മകൻ ഫെരാഹേൽ. ഇസ്രായേൽ ജനത്തിനും കാനാൻ ദേശത്ത് അവകാശം ഭാഗിച്ചു കൊടുക്കുന്നതിന് കർത്താവ് നിയമിച്ചത് ഇവരെയാണ്. നമ്മുടെ കർത്താവ് പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ബൈബിളിനെ ആസ്പദമാക്കിക്കൊണ്ട് ഞങ്ങൾ സംരക്ഷണം ചെയ്യുന്ന ഒരു ചാനലാണ് ബൈബിൾ വചനങ്ങൾ എന്ന ഈ ചാനൽ. ഈ ചാനൽ കൂടി വിശുദ്ധ ബൈബിളിലെ പഴയ നിയമത്തിലെ ഉൽപ്പത്തി പുസ്തകം മുതൽ പുതിയ നിയമത്തിലെ വെളിപാടിന്റെ പുസ്തകം വരെയുള്ള എല്ലാ അധ്യായങ്ങളും ഉൾക്കൊള്ളിക്കുവാൻ ഞങ്ങൾ ശ്രമിക്കുകയാണ്. ഈ ദൈവ വചന ഭാഗങ്ങൾ കേൾക്കുന്ന എല്ലാവരും ലോകത്തിന് ശാന്തിയും സമാധാനവും നന്മയും ഉണ്ടാകാൻ വേണ്ടി എന്നോടൊപ്പം സർവശക്തനായ ദൈവത്തോട് പ്രാർത്ഥിക്കുക. അതോടൊപ്പം തന്നെ ഈ ചാനൽ കാണുന്ന എല്ലാവരും ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. സബ്സ്ക്രൈബ് ചെയ്ത് താഴെ കാണുന്ന ബെൽ ഐക്കനെ ക്ലിക്ക് ചെയ്ത് ഞങ്ങളുടെ എല്ലാ അധ്യായങ്ങളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നത് പോലെ ഞങ്ങളോട് സഹകരിക്കുക. പുതിയതായി കേട്ടു തുടങ്ങുന്നവർ ഉൽപ്പത്തി പുസ്തകം 1 മുതലുള്ള അധ്യായങ്ങൾ കേട്ട് ദൈവാനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുക. അപ്പോൾ എനിക്ക് വേണ്ടി കൂടി സർവീസിനോട് പ്രാർത്ഥിക്കുക. അതോടൊപ്പം തന്നെ പൂർണ്ണമായ അധ്യായങ്ങൾ കാണേണ്ടവർ ഞങ്ങളുടെ വീഡിയോസിൽ പോയി കഴിഞ്ഞാൽ ഉൽപ്പത്തി പുസ്തകം 1 മുതൽ സംഖ്യാപുസ്തകം 34 വരെയുള്ള എല്ലാ അധ്യായങ്ങളും ഞങ്ങൾ അതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. വലിയ ക്രമപ്പടിയായിട്ട് എല്ലാം കേട്ട് ദൈവാനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുക. എല്ലാവരുടെയും പ്രാർത്ഥന നിർബലമായ സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്ന് ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായം 21 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ. ഹെസോക്കിന് 65 വയസ്സായപ്പോൾ മെത്തുലഹ് എന്ന മകനുണ്ടായി. മെത്തുലഹിന്റെ ജനനത്തിന് ശേഷം ഫെനോക്ക് 300 വർഷം കൂടി ദൈവത്തിന് പ്രിയപ്പെട്ടവനായി ജീവിച്ചു. അവന് വേറെയും പുത്രന്മാരും പുത്രിമാരും ഉണ്ടായി. ഫെനോക്കിന്റെ ജീവിതകാലം 365 വർഷമായിരുന്നു. ഫെനോക്ക് ദൈവത്തിന് പ്രിയങ്കരനായി ജീവിച്ചു. പിന്നെ അവനെ കണ്ടിട്ടില്ല. ദൈവം അവനെ എടുത്തു. 187 വയസ്സായപ്പോൾ മെത്തുശലഹ് ലാമക്കിന്റെ പിതാവായി. നമ്മുടെ കർത്താവായ